ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ച മുൻ നിലപാടിൽ മാറ്റം വരുത്തിയാകും സംസ്ഥാന സർക്കാർ വാദം സമർപ്പിക്കുക. ആചാരം സംരക്ഷിക്കുമെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്നും. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മലക്കം മറിച്ചിൽ, അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് അവസാന തീയതി കൂടിയാണ് നിലപാട് അറിയിക്കാൻ. എപ്പോഴായിരിക്കും സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഈ സംസ്ഥാന സർക്കാർ ഈ ശബരിമല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നിലപാട് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിച്ചു ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പിന്നീട് CPIM തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിലയിരുത്തിയത്. ഈ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടാണ് ഈ നിലപാട് മാറ്റം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാർ വാദം ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതിൽ ഇന്നാണ് സുപ്രീം കോടതി ഈ വാദങ്ങൾ സമർപ്പിക്കാൻ നൽകിയ സമയപരിധി അവസാനിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ച മുൻ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പുതിയ നിലപാട് എന്നുള്ളത്. ആചാരം സംരക്ഷിക്കും എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അത് ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. ലോ സെക്രട്ടറി KG സനൽകുമാറും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുറുപ്പും ഡൽഹിയിൽ തുടരുകയാണ്. അതേസമയം യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വാദം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നിലപാട് മാറ്റത്തിനെതിരെ ശബരിമല കർമ്മസമിതിയും സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇരട്ടത്താപ്പാണ് ഇരുവരും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നാണ് സത്യവാങ്മൂലത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഈ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.